കായംകുളം റെയിൽവേ ജംഗ്ഷനോട് റെയിൽവേ മന്ത്രാലയം സ്വീകരിച്ചു വരുന്ന അവഗണന അവസാനിപ്പിക്കണമെന്ന് കായംകുളം റെയിൽവേ ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെട്ടു. എല്ലാ സൂപ്പർഫാസ്റ്റ് ട്രെയിനുകൾക്കും സ്റ്റോപ്പ് അനുവദിക്കുന്നതുൾപ്പെടെ 19 ആവശ്യങ്ങൾ ഉന്നയിച്ച് ആലപ്പുഴ MP KC വേണുഗോപാലിന് നിവേദനം സമർപ്പിച്ചിട്ടുണ്ടെന്നും ശക്തമായ പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിക്കുവാൻ റെയിൽവേ ആക്ഷൻ കൗൺസിൽ തീരുമാനിച്ചതായും ഭാരവാഹികൾ പറഞ്ഞു. കായംകുളം റെയിൽവേ ജംഗ്ഷനോടുള്ള അവഗണനയ്ക്കെതിരെ ആക്ഷൻ കൗൺസിൽ രംഗത്ത് വന്നു. 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ജംഗ്ഷനായി ഉയർത്തിയ ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനാണ് കായംകുളം റെയിൽവേ ജംഗ്ഷൻ. ഈ സ്റ്റേഷനോട് റെയിൽവേ മന്ത്രാലയം സ്വീകരിച്ചു വരുന്ന അവഗണനകൾ അവസാനിപ്പിക്കണമെന്ന് റെയിൽവേ ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ആലപ്പുഴ ജില്ലയിലെ ആദ്യത്തെ റെയിൽവേ ജംഗ്ഷനായിട്ടാണ് കായംകുളം വരുന്നത്. ഇതിന് പ്രധാന കാരണം കായംകുളം ആലപ്പുഴ എറണാകുളം തീരദേശ റെയിൽവേ പാത ഉണ്ടായപ്പോൾ കായംകുളം ജംഗ്ഷൻ്റെ പ്രാധാന്യം വർദ്ധിച്ചു. കായംകുളം മാവേലിക്കര കോട്ടയം എറണാകുളം മലയോര പാതയും തീരദേശ പാതയും കൂടെ സമന്വയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജംഗ്ഷനായി കായംകുളം മാറുന്നു. അങ്ങനെയാണ് ഈ ജംഗ്ഷനായി അത് രൂപപ്പെട്ടത്. പക്ഷേ ജംഗ്ഷൻ രൂപപ്പെട്ടപ്പോൾ 30-32 വർഷമായെങ്കിലും കായംകുളം റെയിൽവേ സ്റ്റേഷൻ ജംഗ്ഷൻ എന്ന നിലയിൽ അതിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളുടെ പൂർത്തീകരണം നാളെ വരെ തീർന്നിട്ടില്ല. യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം റെയിൽവേ ജംഗ്ഷൻ്റെ വികസനത്തിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ളത് ജംഗ്ഷൻ വഴി കടന്നു പോകുന്ന അതിവേഗ സൂപ്പർഫാസ്റ്റ് ട്രെയിനുകളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട രാജധാനി, വന്ദേ ഭാരത് ഉൾപ്പെടെ 12 സൂപ്പർഫാസ്റ്റ് ട്രെയിനുകൾ കായംകുളം വഴി പോകുന്നെങ്കിൽ നിർത്തുന്നില്ല. ഇവിടെ ഒരു പ്രതിദിനം 25,000-ഓളം യാത്രക്കാർ കായംകുളം ജംഗ്ഷൻ വഴി പല ഭാഗത്തേക്കും പോകുന്നുണ്ട്. പക്ഷേ അവരുടെ കളക്ഷൻ വെച്ചാൽ വളരെ നാമമാത്രമാണ്. എല്ലാം ഈ എറണാകുളം, കൊല്ലം, കായംകുളം ട്രിവാൻഡ്രം ഒക്കെ ഉള്ള യാത്രക്കാരാണ്, സീസൺ യാത്രക്കാരും ഒക്കെയാണ്. ഈ ദീർഘദൂര യാത്രയ്ക്കുള്ള ട്രെയിനുകൾ കായംകുളം നിർത്താതെ കായംകുളം ജംഗ്ഷൻ്റെ റവന്യൂ വരുമാനം വർദ്ധിക്കുന്നത്. അങ്ങനെ വന്നാൽ കേരളത്തിലെ തന്നെ ആദ്യത്തെ വരുമാനമുള്ള 2-3 ജംഗ്ഷൻ ഒന്നായി കായംകുളം മാറും. ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേഷനാണ് കായംകുളം. പക്ഷെ കായംകുളം വഴി കടന്നു പോകുന്ന ഈ ട്രെയിനുകൾക്ക് ഇന്നും സ്റ്റോപ്പ് ഉണ്ടായിട്ടില്ല. അപ്പോൾ വന്ദേ ഭാരത് രാജധാനി ഉൾപ്പെടെയുള്ള ട്രെയിനുകൾക്ക് കായംകുളത്ത് സ്റ്റോപ്പ് അനുവദിച്ചാൽ 2-3-4 ജില്ലകളിലെ യാത്രക്കാർക്ക് ഈ ഓടിയെത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കായംകുളം. കായംകുളത്തിൻ്റെ പൊതുവികസനത്തിന് ഏറെ സഹായകരമായിരിക്കും കായംകുളം റെയിൽവേ സ്റ്റേഷൻ്റെ വികസനം. ഞങ്ങളൊരു കൂട്ടായ്മ, ഒരു റെയിൽവേ ആക്ഷൻ കൗൺസിൽ എന്നുള്ള ഒരു കൂട്ടായ്മയോടുകൂടി അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്ത് അതിന് നിയമാനുസൃതമായ പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഈ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട MP ഞങ്ങൾ സമീപിച്ചു. MP ഈ വിവരങ്ങളെല്ലാം കാണിച്ച് ഞങ്ങളൊരു 19 ആവശ്യങ്ങളടങ്ങുന്ന നിവേദനം അദ്ദേഹത്തിന് സമർപ്പിച്ചിരുന്നു. കായംകുളം എറണാകുളം പാസഞ്ചറിൽ ബോഗികൾ വെട്ടിക്കുറച്ചു. അപ്പം സ്ഥിര യാത്രക്കാരാണ് കായംകുളം എറണാകുളം പോലുള്ള ആലപ്പുഴ വഴിയുള്ളതും കോട്ടയം വഴിയുള്ളതും. ഒരുപാട് ജീവനക്കാർ, വിദ്യാർത്ഥികൾ അടക്കമുള്ള യാത്രക്കാരുള്ളൊരു വണ്ടിയാണ്, സാധാരണക്കാരുടെ വണ്ടിയാണ് പാസഞ്ചർ. അതിൻ്റെ ബോഗികൾ ഓരോ ദിവസം വെട്ടിക്കുറച്ച് കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന കായംകുളം സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് കായംകുളത്തോടുകൂടിയാണ്. അപ്പോൾ അത്തരം വിഷയങ്ങളും സ്ഥിരമായി ഇടപെട്ടാൽ മാത്രമേ അത് റീഇൻസ്റ്റേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ബോഗികൾ വെട്ടിക്കുറയ്ക്കാതിരിക്കാൻ സാധിക്കൂ. എന്ന് പറഞ്ഞാൽ കായംകുളത്തിൻ്റെ സ്റ്റേഷൻ ഒരു അശാസ്ത്രീയമായ രീതിയിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഒരു പ്രദേശത്തേക്ക് ജനങ്ങൾക്ക് ഏറ്റവും സൗകര്യപ്രദമായ സ്ഥലത്തേക്കാണ് വരേണ്ടത്. തെക്കുവെന്ന് വരുന്നവർക്ക് ഉള്ള മാത്രമല്ല, വടക്കുള്ളവർക്കും വേണ്ടിയാണ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ സ്റ്റേഷൻ്റെ സ്ഥാനം അതിൻ്റെ മധ്യഭാഗത്തേക്ക് മാറ്റേണ്ടത്. പിന്നെ അതേപോലെ തന്നെ റെസ്റ്റോറൻറ്റ്, ടോയ്ലറ്റ്. കായംകുളം റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്ന യാത്രക്കാർ തെന്മല മുതൽ കിഴക്ക് അങ്ങേയറ്റത്ത് തെന്മലയാണ് നമ്മുടെ അതിർത്തി. തെന്മല മുതലുള്ള ആൾക്കാരാണ് കായംകുളം റെയിൽവേ സ്റ്റേഷനിലേക്ക് കടന്നു വരുന്നത്. അതേപോലെ തന്നെ അറബിക്കടലിൻ്റെ തീരത്ത് പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ ഏതാണ്ട് തിരുക്കുന്നപ്പുഴ, ആറാട്ടുപുഴ മേഖല തൊട്ട് അഴീക്കൽ പ്രദേശത്തുള്ളവരെല്ലാം കായംകുളം റെയിൽവേ സ്റ്റേഷനിലേക്കാണ് കടന്നു വരേണ്ടത്. അപ്പോൾ കായംകുളം റെയിൽവേ സ്റ്റേഷൻ വികസിച്ചാൽ മാത്രമേ ഇത്രയും അധികം യാത്രക്കാർക്ക് യാത്ര ചെയ്യാൻ സാധിക്കൂ. അതുകൊണ്ട് തീർച്ചയായും ഒരു ഇടപെടൽ, ജനങ്ങളുടെ ഇടപെടൽ ഉണ്ടായാൽ മാത്രമേ ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ.
കായംകുളം ആലപ്പുഴ എറണാകുളം തീരദേശ പാതയിലൂടെയും കായംകുളം കോട്ടയം എറണാകുളം മലയോര പാതയിലൂടെയും കടന്നുപോകുന്ന മുഴുവൻ ട്രെയിനുകളും കായംകുളം ജംഗ്ഷൻ വഴിയാണ് പോകുന്നത്. മലനാടിനെയും ഇടനാടിനെയും തീരദേശത്തിനെയും ബന്ധിപ്പിക്കുന്ന റെയിൽവേ സ്റ്റേഷനാണിത്. പ്രതിദിനം കായംകുളം ജംഗ്ഷൻ വഴി പോകുന്ന വന്ദേ ഭാരത്, രാജധാനി ഉൾപ്പെടെ 12 സൂപ്പർഫാസ്റ്റ് ട്രെയിനുകൾക്ക് സ്റ്റോപ്പില്ല. ദീർഘദൂര യാത്രികർക്ക് സൗകര്യപ്രദമായ സൂപ്പർഫാസ്റ്റ് ട്രെയിനുകൾ തേടി യാത്രക്കാർ വളരെ ബുദ്ധിമുട്ടി ദൂരെയുള്ള സ്റ്റേഷനുകളെ ആശ്രയിക്കുന്ന സ്ഥിതിയാണുള്ളത്. കായംകുളം ജംഗ്ഷന്റെ പ്രത്യേകത കൊണ്ട് ഓച്ചിറയിൽ നിന്നും 100 കിലോമീറ്റർ സ്പീഡിൽ വരുന്ന ട്രെയിൻ കായംകുളം പ്ലാറ്റ്ഫോം 1ലേക്കോ 3ലേക്കോ വരുമ്പോൾ സ്പീഡ് 15 കിലോമീറ്ററായി കുറയുന്നു. ഇതുപോലെ തന്നെ മാവേലിക്കരയിൽ നിന്നും വരുന്ന ട്രെയിൻ ഓച്ചിറയിലേക്ക് പോകുമ്പോൾ അതിന്റെ സ്പീഡും 15 കിലോമീറ്ററായി കുറയുന്നു. കായംകുളത്ത് നിർത്താതെ പോകുന്ന ട്രെയിനുകൾക്ക് 2 മിനിറ്റ് സ്റ്റോപ്പ് അനുവദിച്ചാൽ ദീർഘദൂര ട്രെയിനുകളായതിനാൽ സമയക്രമത്തിൽ നഷ്ടമുണ്ടാകില്ല. റെയിൽവേ ജംഗ്ഷന്റെ സമഗ്ര പുരോഗതിക്ക് അനിവാര്യമായിട്ടുള്ള എല്ലാ സൂപ്പർഫാസ്റ്റ് ട്രെയിനുകൾക്കും സ്റ്റോപ്പ് അനുവദിക്കുന്നതുൾപ്പെടെ 19 ആവശ്യങ്ങൾ ഉന്നയിച്ച് KC വേണുഗോപാൽ എംപിക്ക് നിവേദനം സമർപ്പിച്ചിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു. റെയിൽവേ യാത്രക്കാരുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടെ ശക്തമായ പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിക്കുവാൻ റെയിൽവേ ആക്ഷൻ കൗൺസിൽ തീരുമാനിച്ചതായും ഭാരവാഹികൾ അറിയിച്ചു. അഡ്വക്കേറ്റ് U മുഹമ്മദ്, PR നാഗ്, M ഗോപിനാഥൻ, CH ഷുക്കൂർ, മധു കട്ടച്ചിറ, B ദിലീപൻ, അഡ്വക്കേറ്റ് O ഹാരിസ്, അഡ്വക്കേറ്റ് പ്രമീള ബാബുരാജ്, അഡ്വക്കേറ്റ് ആരതി A കുമാർ, സുനിൽ P ഡാനിയൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.